ഇന്ന് നമുക്ക് ഏത്തപ്പഴം വെച്ച് വ്യത്യസ്ത രീതിയിൽ തെരളി തയ്യാറാക്കാം. അതിനായിട്ട് നന്നായി പഴുത്ത ഏത്തപ്പഴം കട്ട് ചെയ്ത് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 1 കപ്പ് ശർക്കരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്തതിലേക്ക് 1.5 കപ്പ് റവയും കൂടി ഇട്ട് കൊടുത്ത് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഒന്നും കൂടെ അരച്ചെടുക്കാം. അതിനുശേഷം ചൂടായ പാനിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. നെയ്യ് മെൽറ്റായി വരുമ്പോഴത്തേന് കാഷ്നട്ടും കിസ്മിസും ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിലേക്ക് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുത്ത് തേങ്ങയിലെ വെള്ളമയമൊക്കെ മാറി വരുമ്പോഴത്തേക്ക് എടുക്കാം. ഇനി അതേ പാനിൽ തന്നെ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തതിലേക്ക് അരച്ച് വെച്ച മിക്സും കൂടെ ഒഴിച്ച് കൊടുത്ത് 1 സ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നേരത്തെ വറുത്ത് വെച്ചതും കൂടി ഇട്ട് കൊടുത്ത് മൊത്തത്തിൽ നന്നായി ഇളക്കി യോജിപ്പിച്ച് പാനിൽ നിന്ന് വിട്ട് വരുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫാക്കാം. ഇനി ഇത് ചൂട് മാറിയതിന് ശേഷം വയണയിലയിൽ വെച്ച് പരത്തി കൊടുത്തതിന് ശേഷം മടക്കിയെടുത്ത് ടൂത്ത് പിക്ക് കുത്തി കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് ആവിയിൽ 10 മിനിറ്റ് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കാം. അപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റും നല്ല സോഫ്റ്റും ആയിട്ടുള്ള തെരളി റെഡി ആയിട്ടുണ്ട്.